ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് 3 അവസ്ഥകളെ കുറിച്ച് നോക്കി. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളെ കുറിച്ച് വിശദമായിട്ട് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചകോശ, 5 കോശങ്ങൾ. പഞ്ചകോശ കേ എന്നൊരു ചോദ്യമുണ്ട്. 5 കോശങ്ങൾ ഏതൊക്കെയാണ്? അവസ്ഥയെ കഴിഞ്ഞിട്ട് പിന്നെ 5 കോശങ്ങൾക്കും അപ്പുറം ഉള്ളതാണ് ആത്മാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം. അപ്പൊ ആ പഞ്ചകോശങ്ങളെ വിശദമായിട്ട് നോക്കുകയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. പഞ്ചകോശങ്ങളെ വിശദമായിട്ട് നോക്കും. കോശഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശഹ എന്നാൽ ഒരു കവർ, ഒരു മറയ്ക്കുന്ന ഒരു ഉറ എന്നൊക്കെ പറയാം, ഒരു മൂടി എന്നൊക്കെ പറയാം. ഒരു വിലപിടിപ്പുള്ള ഒരു സാധനത്തിനെ സൂക്ഷിക്കുന്ന. ഇപ്പൊ വാള് സൂക്ഷിക്കുന്നത് ഒരു ഉറയില, വാളുറ, അതിന് കോശം എന്ന് പറയും. ഏത് സാധനമാണെങ്കിലും അതിനെ കവർ ചെയ്യുന്നതിന് കോശം എന്ന് പറയും. അപ്പോൾ നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം തന്നെയാണ് 5 ആയിട്ട് വീണ്ടും നമ്മൾ പിരിക്കുന്നത്. ഈ സ്ഥലത്ത് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ 5 ആയിട്ട് വീണ്ടും ഇവിടെ പിരിച്ച് പറയാൻ പോവുകയാണ്. അതിനാണ് ഈ കോശമായിട്ട് പറയുന്നത്. പഞ്ചകോശങ്ങൾ, അതായത് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വിഷൻ, യഥാർത്ഥമായിട്ട് നമ്മൾ എങ്ങനെയാണോ കാണേണ്ടത് അതിനെ മറയ്ക്കുന്ന ഒരു കാര്യങ്ങൾ. 5 കാര്യങ്ങളാണ് നമ്മളെ യഥാർത്ഥമായ ആത്മാവിനെ കാണാനായിട്ടുള്ള നമ്മുടെ കാഴ്ചയെ മറക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ കോശങ്ങൾ എന്ന് പറയുന്നത്. സത്യവും നിത്യവും ആനന്ദമയവുമായ ആ ആത്മാവിനെ മറയ്ക്കുന്നു 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങളെയാണ് പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നത്. അകത്തുള്ളതിനെ കാണാൻ പറ്റാതെ കൊണ്ട് മറയ്ക്കാണ്. യഥാർത്ഥത്തിൽ അകത്ത് ഒരു ചൈതന്യമുണ്ട്, ആ ചൈതന്യത്തെ മറയ്ക്കുന്നു. ആത്മാവിനെ മറയ്ക്കുന്നതിനാൽ അതിന് കോശം എന്ന് പറയും. അപ്പൊ എന്തിനെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കോശങ്ങൾ 5 കാര്യങ്ങള് അകത്തുള്ള ആത്മാവിനെ മറയ്ക്കുന്നു. ആ മറയ്ക്കുന്നത് കൊണ്ട് ഇതിനെ കോശം എന്ന് പറയുന്നു. ഇനി അപ്പൊ ഒരു സംശയം വരാം, ആത്മാവിനെക്കാട്ടിലും വലുതാണോ ഇത്? ഇല്ലേ? ഇപ്പൊ ചെറിയ ഒരു സാധനത്തിനെ മറച്ചു പിടിക്കണമെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു സാധനമാണെങ്കിലേ മറച്ചു പിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു കുപ്പി, ആ കുപ്പിയെ മറയ്ക്കണമെങ്കിൽ, ഒരു പേപ്പർ കൊണ്ട് മറയ്ക്കണമെങ്കിൽ കുപ്പിയെക്കാട്ടിലും വലിയ പേപ്പർ വേണം, അല്ലാതെ മറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏത് സാധനത്തിനെയും മറച്ചു പിടിക്കണമെങ്കിൽ അതിനെക്കാട്ടിലും വലുത് വേണം എന്നൊരു സാധാരണ നിലയ്ക്ക് ഒരു സംശയം ഉണ്ടാകാം. അപ്പോ ആത്മാവിനെക്കാട്ടിലും വലുതാണോ ഈ കോശങ്ങള് എന്നൊരു സംശയം വരാം എന്നാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംശയമൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നേ. ശ്രദ്ധയെ മാറ്റുക എന്നുള്ള മറയ്ക്കലാണ്, അല്ലാതെ കവർ ചെയ്യുക എന്നുള്ളത് മറയ്ക്കലല്ല. നമ്മുടെ ശ്രദ്ധയെ വേറെ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനാൽ അങ്ങനെയാണ് ഇത് മറയ്ക്കുന്നത്. ആ ഒരു രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. ആത്മാവിനെക്കാളും വലുതായതുകൊണ്ട് ആത്മാവിനെ മറയ്ക്കണു എന്നുള്ളതല്ല. ആത്മാവിലേക്കുള്ള നമ്മുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടുന്നു, അങ്ങനെയാണ് മറയ്ക്കുന്നേ. ശ്രദ്ധയെ മുഴുവനായി മാറ്റിയെടുക്കുന്നു, അതിനാൽ മറയ്ക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഇപ്പോ സിനിമ കാണുമ്പോൾ നമ്മൾ വന്ന ഉടനെ നമ്മൾ സ്ക്രീൻ കാണുവോ? ഇല്ല. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് സ്ക്രീൻ, ഇപ്പൊ അല്ലേ, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വെള്ള സ്ക്രീൻ കാണാം തിയേറ്ററില്. സിനിമ തുടങ്ങിയ ഉടനെ പിന്നെ നമ്മൾ സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീനിലാണ് ഇത് കാണുന്നതെന്ന് പോലും നമ്മൾ മറന്നുപോകും. നമ്മൾ വേറൊരു ലോകത്തിലേക്ക് അങ്ങനെ നമ്മളെ ലയിക്കും. നമ്മൾ ആ സംഭവം നടക്കുന്ന സ്ഥലത്തുള്ള പോലെ ഫീൽ ചെയ്യുക. നമ്മൾ അവിടെ ഇരുന്ന് കരയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ ആ സ്ക്രീനിനെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവിടെ സ്ക്രീൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ ഉണ്ടാവും. ഇപ്പൊ 2 മണിക്കൂർ സിനിമ കണ്ടിട്ട് എണീറ്റ് വരുമ്പോ എന്ത് പറയും? ഞാൻ സ്ക്രീൻ കണ്ടു എന്നാണോ പറയാറ്? അല്ല, സ്ക്രീനിനെ പറ്റി പറയാറേ ഇല്ല, ആരും സംസാരിക്കാറില്ല. നല്ല സിനിമയായിരുന്നു, നന്നായിട്ട് കണ്ടു, ആസ്വദിച്ചു, അതിൽ മുഴുകിയിരുന്നു എന്നേ പറയും.
അപ്പോ സ്ക്രീനിനെ കാണുന്ന ബുദ്ധിയെ മാറ്റി എന്തായി? ഫിലിം ആ സ്ക്രീനിനെ മറയ്ക്കുന്ന പോലെ സ്ക്രീനിനെ കാണുന്ന ആ ബുദ്ധിയെ മാറ്റി അവിടെ സിനിമയാണ് കാണുന്നത്. അതുപോലെ ഉള്ളിലുള്ള ആ പരമാത്മാവിനെ, ആത്മാവിനെ കാണാതെ ഈ 5 കാര്യങ്ങൾ നമ്മളെ മറയ്ക്കുന്നു, അല്ലെ? അപ്പോ പഞ്ചകോശങ്ങൾ ആത്മാവിനെ മറയ്ക്കുന്നു. അപ്പോ ആത്മാവിനെക്കാട്ടിലും വലിയതായത് കൊണ്ടല്ല, ശ്രദ്ധയെ മാറ്റുന്നത് കൊണ്ടാണ് അവിടെ പഞ്ചകോശം എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെ കോശങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്? അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. നമ്മൾ തൈത്തിരീയ ഉപനിഷത്ത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. പക്ഷെ അന്ന് നമുക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള വിശദീകരണം. അന്നും കുറെ വിശദീകരണം വന്നിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഭംഗിയായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നമയഃ കഹ എന്നാണ് ആദ്യത്തെ ചോദ്യം. അന്നമയഃ കഹ. അപ്പൊ പറയുന്നു, അന്നരസേനൈവ ഭൂത്വാ അന്നരസേനൈവ വൃദ്ധിം പ്രാപ്യ അന്നരൂപ പൃഥിവ്യാം യദ്വിലീയതേ തദന്നമയ കോശഃ സ്ഥൂല ശരീരം. ഇതാണ് അന്നരസേനൈവ ഭൂത്വ അന്നരസേനൈവ വൃദ്ധിം പ്രാപ്യ അന്നരൂപ പൃഥിവ്യാം യദ്വിലീയതേ തത് അന്നമയ കോശഃ സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിനെയാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. സ്ഥൂല ശരീരത്തിനെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ പഠിക്കുമ്പോൾ സ്ഥൂല ശരീരം എന്താണെന്ന് പഠിച്ചപ്പോൾ ഇനി അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ അന്നമയഃ എന്ന് പറയുന്നുണ്ട്. മയഃ, അന്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നത്. മയഃ എന്ന വാക്കിന് ഇവിടെ സാധാരണ നിലയ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോ വെള്ളമയം, ജലമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജലം കൊണ്ട് പൂർണ്ണമായിട്ടും ജലം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജലമയം എന്ന് പറയും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ മയം എന്ന് പറയുമ്പോൾ അധികം, ധാരാളം എന്നുള്ള അർത്ഥത്തിൽ മയം എന്ന് പറയും. ജലമയമാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാലുമയമാണ്, അല്ലെങ്കിൽ എണ്ണമയമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആ പറയപ്പെടുന്ന വസ്തുവാണ് അധികമായിട്ട് അവിടെ, അതുകൊണ്ടാണ് മയം എന്ന് പറയുന്നത്. അധികം വരുന്നു എന്നർത്ഥത്തില്. രണ്ടാമത്തെ അർത്ഥം വികാരഹ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വാക്കാണ് വികാരഹ, അതായത് മാറ്റം എന്നുള്ള രീതിയിലും മയഹ ഉപയോഗിക്കാം. രണ്ടാമതായിട്ടൊരു അർത്ഥം ഉപയോഗിക്കുന്നത് വികാരഹ അഥവാ മാറ്റം. ഇവിടെ അന്നം അഥവാ ഭക്ഷണത്തിന്റെ വികാരം അഥവാ മാറ്റം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്നം അഥവാ ഭക്ഷണത്തിന്റെ വികാരം അഥവാ മാറ്റം. അന്നമായിട്ടാണോ ഈ ശരീരം ഇരിക്കുന്നത്? അല്ല. അന്നമില്ലാതെ കണ്ട് ഈ ശരീരം ഉണ്ടാകുമോ? അതുമില്ല. അന്നം കഴിച്ച് ആ അന്നത്തിലൂടെ ഉണ്ടാകുന്ന അന്നമാണ് മാറ്റം ഉണ്ടാക്കി തരുന്ന ഈ ശരീരത്തില്. അപ്പോ അത് ഒരു ഉപനിഷത്തില്, എനിക്ക് തോന്നുന്നു ബൃഹദാരണ്യ ഉപനിഷത്താണെന്ന് തോന്നുന്നു, ഉപനിഷത്തിൽ പറയുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയൊക്കെ മാറും എന്ന്. അതുകൊണ്ടാണ് സാത്വിക ആഹാരം കഴിക്കണം എന്ന് പോലും അവിടെ പറഞ്ഞിട്ടുള്ളത്. കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിലെ മജ്ജ മാംസമൊക്കെ ആയിട്ട് മാറും, ഒരംശം ബുദ്ധിയായിട്ട് മാറും, മനസ്സായിട്ട് മാറും, ബാക്കി വേസ്റ്റായിട്ട്, അതിൽ നിന്ന് സത്തെടുത്ത ശേഷമുള്ള ചണ്ടിയായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അപ്പോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അത് ചോറായിട്ടാണോ ശരീരത്തിൽ ഇരിക്കുന്നത്? ഏത് ഭക്ഷണം കഴിച്ചാലും സാക്ഷാൽ ജാതവേദസ് അഗ്നി ഭഗവാൻ അകത്ത് ഇരുന്ന് ഇതിനെ ദഹിപ്പിച്ച് മറ്റ് പ്രാണങ്ങളുടെ സഹായത്തോടു കൂടി ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, കോശങ്ങൾ ഉണ്ടാകുന്നു, മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ ആരാണ് അവിടെ മാറ്റത്തിന് വിധേയമാകുന്നത്?
കഴിക്കുന്ന വെള്ളമോ ഭക്ഷണമോ അതാണ് മാറ്റത്തിന് വിധേയമായിട്ട് ഈ ശരീരമായിട്ട് മാറുന്നത്. അങ്ങനെ വേണം ഇവിടെ മയഹ എന്നുള്ളതിന്റെ അർത്ഥം എടുക്കാൻ. മാറ്റം, അന്നമയഹ, അന്നത്തിന്റെ മാറ്റം. എങ്ങനെ? എന്തായിട്ട്? ശരീരമായിട്ടുള്ള മാറ്റം. അപ്പോ സ്ഥൂല ശരീരമായിട്ട് മാറുന്നു എന്ത്? അന്നം. അപ്പോ അച്ഛനിൽ കൂടെയും അമ്മയിൽ കൂടെയും ഒക്കെ വന്നത് ഇത് തന്നെയാണ്. അവരുടെ ശരീരം ഈ അന്നമയമാണ്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുന്നത്. ആ മാറ്റം തന്നെയാണ് ഈ ശരീരമായി പിറന്നതും. ഈ ഭക്ഷണം തന്നെയാണ് ഈ ശരീരമായിട്ട് പിറന്നത്. ഒരു കുഞ്ഞായിട്ട് പിറന്നു വരുമ്പോഴും അത് ഈ അന്നം തന്നെയാണ്. അന്നം തന്നെയാണ് മാറ്റമായി കുഞ്ഞായിട്ട് വന്നതും. അപ്പോ ഈ സ്ഥൂലമായിട്ട് കാണുന്നത് അന്നം തന്നെ. നമ്മുടെ മാത്രമല്ല, സകലമായ ജീവികളുടെ എല്ലാത്തിൻ്റെയും അന്നമാണ് ശരീരമായിട്ട്, സ്ഥൂല ശരീരമായിട്ട് മാറി വരുന്നത്. പിന്നെ കുഞ്ഞു പറഞ്ഞു, ഈ ലോകത്തിലേക്ക് വന്ന ശേഷം എങ്ങനെയാ വളരുന്നത്? ചുമ്മാ അങ്ങ് വളരുമോ? ഇല്ല. ഭക്ഷണം, ആ അന്നം ഏത് തരത്തിലുള്ളതായിക്കോട്ടെ അന്നമാണ്. എന്തും അന്നമാണ്. അകത്തേക്ക് കഴിക്കുന്നത് എന്തും അന്നം തന്നെയാണ്. അപ്പോ ആ അന്നത്തിൽ കൂടിയാണ് വളരുന്നത്, അന്നത്തിൽ കൂടിയാണ് നിലനിൽക്കുന്നത്. പിന്നത്തെ ഒരു കാര്യം പറയുന്നു, അവസാനം ലയിക്കുന്നതും. ഉപനിഷത്തുകളിൽ പറയും ലയിക്കുന്നതും വേറെ ആൾക്കാർക്ക് ഭക്ഷണമായി മാറും എന്നാ പറയുന്നത്. ലയിക്കുന്നതും ഭക്ഷണമായി മാറും. അതായത് ദഹിപ്പിക്കുകയാണെങ്കിൽ ചാരമായിട്ട് മാറും. ചാരം വേറെ പലതിൻ്റെയും ഭക്ഷണമായിട്ട്, സസ്യങ്ങളുടെയൊക്കെ ഭക്ഷണമായിട്ട് മാറും. കുഴിച്ചിടുകയാണെങ്കിൽ കുറെ അത് എന്താ പറയാ, മണ്ണില് പുഴുവൊക്കെ ആയിട്ട് അരിച്ച് അങ്ങനെ വേറെ ഭക്ഷണമായി മാറും. ഈ ശരീരത്തിന്റെ ഈ പ്രോസസ്സ് നമ്മൾ ചിന്തിക്കാറില്ല. ശരിക്കും ഇത് ഈ അന്നം തന്നെ ഇങ്ങനെ സൈക്കിളാണത്. നമ്മളിങ്ങനെ ഇതാവും, നമ്മൾ മരിക്കും, മരിച്ചു കഴിയുമ്പോൾ ഇത് വീണ്ടും ദഹിപ്പിക്കുന്നിടത്ത് അന്നമാവും, അല്ലാത്തടത്ത് വേറെ തരം. ഇനി വേറെ ഒരു കൂട്ടരുണ്ടല്ലോ, ഈ എന്താ പറയാ, കഴുകന് ഭക്ഷണമായിട്ട് ശരീരത്തെ കൊടുക്കുന്ന, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, പേര് ഞാൻ മറന്നുപോയി. അവരിങ്ങനെ വലിയ മലയുടെ മുകളിൽ ശരീരത്തെ കൊണ്ടുവയ്ക്കും, അത് കഴുകന്മാരൊക്കെ ഭക്ഷിക്കും, അപ്പോഴും അവിടെ ഭക്ഷണമാവും. ഈ സ്ഥൂല ശരീരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ ഈ അന്നമായിട്ട് വരും, ശരീരമാകും, പിന്നെയും ശരീരം അന്നമാകും. ഇങ്ങനെ ഈ സൈക്കിളിൽ നിന്ന് ഇതിന് പോകത്തില്ല. അപ്പൊ നമ്മളിതല്ല എന്നൊരു ഓർമ്മ വേണേ. നാം ശരീരമല്ല, ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. ഈ എന്താ പറയുക, ഉപനിഷത്ത് ക്ലാസ്സും തത്വബോധമൊക്കെ പഠിച്ചു മുന്നോട്ട് വരുംതോറും ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണെന്നുള്ള ചിന്തയിൽ നിന്ന് അങ്ങ് പാടെ അങ്ങ് മാറിയേക്കണം. അതിലേക്കാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം ഇങ്ങനെ ഞാനല്ല വളരുന്നത്. എനിക്ക് മാറ്റമൊന്നുമില്ല. ഞാൻ അന്നും ഇന്നും കുഞ്ഞായിരിക്കുമ്പോൾ ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെ. ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. നേരത്തെ പഠിച്ചല്ലോ. ഇനി ഈ ശരീരത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് പറയുന്നത്. ശരീരം വളരുന്നു, വലുതാവുന്നു, നിലനിൽക്കുന്നു, കുറെ കാലം നിലനിൽക്കുന്നു, പിന്നെ ശോഷിക്കുന്നു, പിന്നെ ക്ഷയിച്ചു തുടങ്ങുന്നു, പിന്നെ അവസാനം വീണ്ടും അന്നമായിട്ട് തന്നെ മാറും. അപ്പൊ ഏത് തരത്തിൽ സംസ്കരിച്ചാലും ഭക്ഷണമായിട്ടാണ് മാറുന്നത്. ഇനി അന്ന രസം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നത്തിന്റെ സാരം. ഇവിടുത്തെ രസം എന്നുള്ളതിന് സാരം എന്നാണ്. അന്നത്തിന്റെ എന്താ പറയാ, അതിന്റെ കഴമ്പ്, കാമ്പ് എന്നൊക്കെ പറയാം. അന്നത്തിന്റെ രസം. ഇതാണ് ശരീരത്തെക്കുറിച്ചുള്ള അന്നമയഹ എന്ന് പറയാം. അന്നമയ കോശം എന്ന് പറഞ്ഞാൽ ഈ ശരീരം. ഇപ്പൊ മനസ്സിലായല്ലോ. അന്നമയം എന്ന് പറഞ്ഞാൽ അന്നം കൊണ്ട് വളരുന്നു, നിലനിൽക്കുന്നു. ഇതാണ് അന്നമയ കോശം. ഇതെന്തിനെ മറയ്ക്കുന്നു? ആത്മാവിനെ മറയ്ക്കുന്നു. എങ്ങനെ മറയ്ക്കുന്നു? നമ്മൾ ഈ ശരീരമാണ് എന്നാണ് എപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ നടക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ നടക്കുകയാണ് എന്ന് പറയും. ആക്ച്വലി ഞാനാണോ നടക്കുന്നത്? അല്ല, ശരീരമാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ ഞാൻ നടക്കണമെന്ന് പറയും. ഡോക്ടറെ അടുത്ത് ചെന്നാൽ എന്ത് പറയും? എൻ്റെ കൈക്ക് വയ്യ, എൻ്റെ കാലിന് വയ്യ, അല്ലെങ്കിൽ എൻ്റെ വയറിന് വയ്യ. അപ്പൊ എൻ്റെ എന്ന് ഉപയോഗിച്ചു. അപ്പോഴും എൻ്റെ ശരീരമാണ്, പക്ഷെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നു എനിക്കാകെ ഒരു സുഖമില്ല. അപ്പോ ആരാണ്? മനസ്സ്. അപ്പോ മനസ്സിനെ ഞാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ നമ്മള് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെയാണ് നമ്മള് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, തെറ്റായിട്ട് അജ്ഞാനം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് അന്നമയമാണ് ശരീരം, ഞാനല്ല എന്നാണ് ഇവിടെ. ഈ അന്നമയം എന്നിട്ട് നമ്മളെ
യഥാർത്ഥത്തിൽ നിന്ന് മറയ്ക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അടുത്തത് പ്രാണമയ കഹ. പ്രാണമയം എന്നാൽ എന്ത്? അപ്പൊ അതിന് പറയുന്നു പ്രാണാദ്യാഹ പഞ്ചവായവഃ. പ്രാണാദ്യാഹ പഞ്ചവായവഃ വാഗാദി ഇന്ദ്രിയ പഞ്ചകം. വാഗാദി ഇന്ദ്രിയ പഞ്ചകം പ്രാണമയഃ കോശഃ. പ്രാണമയഃ കഹ? പ്രാണാദ്യാഹ പഞ്ചവായവഃ വാഗാദീന്ദ്രിയ പഞ്ചകം പ്രാണമയഃ കോശഃ. പിന്നെ പറയുന്നു മനോമയ കോശഃ കഹ. മനോമയ കോശഃ കഹ. അപ്പൊ പറയും മനശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വാ യോ ഭവതി സ മനോമയ കോശഃ. നമ്മൾ വിശദീകരണം നോക്കും. മനശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ. മിലിത്വ എന്നാണ് വാക്ക്. യോ ഭവതി സ മനോമയ കോശഃ. പിന്നെ വിജ്ഞാനമയ വിജ്ഞാനമയ കഹ. വിജ്ഞാനമയ കോശം എന്ത്? ബുദ്ധിജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ. ബുദ്ധി ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ യോ ഭവതി സഹ വിജ്ഞാനമയ കോശഃ. ബുദ്ധി ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ യോ ഭവതി സ വിജ്ഞാനമയ കോശഃ. അപ്പൊ നമ്മള് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി. അതിൽ സ്ഥൂല ശരീരം തന്നെയാണ് അന്നമയ കോശം എന്ന് ഇപ്പോ ഉറപ്പായി. ഇനി സൂക്ഷ്മ ശരീരം 17 അംഗങ്ങളുടെ ചേർച്ചയാണ് എന്ന് മനസ്സിലാക്കി അല്ലേ? സൂക്ഷ്മ ശരീരം എന്താണ്? 17 അംഗങ്ങളുടെ 5 5 10 5 15 2 17 അങ്ങനെ പറഞ്ഞു. സൂക്ഷ്മം ഒറ്റ വാക്കില് കണ്ണിന് കാണാൻ പറ്റാത്ത സൂക്ഷ്മം മനസ്സ്. ഒറ്റ വാക്യം പറഞ്ഞാൽ മനസ്സെന്ന് മാത്രം. ബാക്കിയെല്ലാം ഉണ്ട് അതിനകത്ത്. പഞ്ചേന്ദ്രിയങ്ങളുടെയും സൂക്ഷ്മഭാവം എല്ലാം ഉണ്ട്. നേരത്തെ സൂക്ഷ്മ ശരീരത്തെ വിശദമായിട്ട് പഠിച്ചു. ഇനിയിപ്പോ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ഒറ്റ വാക്യം പറയുകയാണെങ്കിൽ മനസ്സ്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ പ്രാണമയം പഞ്ചപ്രാണൻ, മനോമയം വിജ്ഞാനമയം അല്ലെ? സൂക്ഷ്മ ശരീരം എന്തൊക്കെ വരും? പ്രാണമയം മനോമയം വിജ്ഞാനമയം. അങ്ങോട്ട് 3 കിടക്കും. സ്ഥൂല ശരീരം അന്നമയം മാത്രമേ ഉള്ളൂ. അന്നമയം മാത്രമാണ് സ്ഥൂല ശരീരം. പിന്നെ സൂക്ഷ്മ ശരീരങ്ങളാണ് പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശം. 3 ശരീരങ്ങളെയും 5ആയിട്ട് തിരിക്കുകയാണ് ഈ പഞ്ചകോശങ്ങളിൽ സംഭവിക്കുന്നത്. 3 എല്ലാത്തിനെയും മറയ്ക്കണമല്ലോ, എന്നാലല്ലേ ആത്മാവിനെ കാണാൻ മറ ഉണ്ടാവുള്ളൂ. ആ മറ മാറ്റിയിട്ട് വേണ്ടേ നമുക്ക് കാണാൻ. അപ്പം മറയ്ക്കുന്നത് എല്ലാത്തിനെയും മറയ്ക്കുന്നുണ്ട്. ആത്മാവിനെ മറയ്ക്കുമ്പോൾ 3 പേരും കൂടിയാണ് ആത്മാവിനെ മറയ്ക്കുന്നത്. ഏതൊക്കെ 3 പേര്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. 3 പേരുമാണ് മറയ്ക്കുന്നത്. ആ 3 പേർക്കും കൊടുത്ത വേറെ പേരാണ് സ്ഥൂല ശരീരത്തിന് അന്നമയ കോശം എന്നും പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശങ്ങൾക്ക്, അതായത് സൂക്ഷ്മ ശരീരത്തിന്, സ്ഥൂല ശരീരത്തിന് അന്നമയ കോശം എന്നും സൂക്ഷ്മ ശരീരത്തിന് പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശം എന്നും കാരണ ശരീരത്തിന് ആനന്ദമയ കോശം എന്നുമാണ് ഈ കോശങ്ങളെ പേര് വെച്ചത്. ഒരേ ആൾക്കാർ തന്നെയാണ്, വേറൊരു പേരിലാണ് ഇവിടെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിലെ ഏതേത് പോർഷനാണ് ഓരോ കോശം എന്ന് നോക്കിയിട്ട് നമുക്ക് വിശദമായിട്ട് അതിലേക്ക് പോകാം. അപ്പൊ പ്രാണമയ കോശത്തെ നോക്കുമ്പോൾ അത് സൂക്ഷ്മ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രാണമയ കോശ പ്രാണാദ്യാഹ പഞ്ചവായവഃ വാഗാദീന്ദ്രിയ പഞ്ചകം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് പ്രാണമയ കോശം എന്നാൽ? പ്രാണൻ മുതലായ 5 വായുക്കൾ. എന്താണ് പ്രാണന്റെ കൂടെയുള്ള 5 വായുക്കള്? പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന. ഇങ്ങനെയാണ് അവരുടെ പേര്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. പിന്നെയോ വാഗാദി ഇന്ദ്രിയ പഞ്ചകം. വാഗാദി ഇന്ദ്രിയ പഞ്ചകം. എന്താണ് ഇന്ദ്രിയ പഞ്ചകം? വാക്ക് മുതലായ ഇന്ദ്രിയ പഞ്ചകം എന്ന് പറഞ്ഞാൽ വാക്ക് മുതലായ 5 കർമ്മേന്ദ്രിയങ്ങൾ.
വാക് പാണി പാദ ഉപസ്ഥം വായു, നേരത്തെ പഠിച്ചതാ. വാക് പാണി പാദ ഉപസ്ഥം വായു, വായു പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഇന്ദ്രിയങ്ങൾ. അതില് ഈ 17 10 പ്രാണമയ കോശത്തില് ഇരിക്കുന്നു. 10 പ്രാണമയ കോശത്തിലായിരിക്കുന്നത്. എല്ലാത്തിനും ആധാരമായി പ്രാണശക്തി, അതായത് ഇതിനൊക്കെ ആധാരമാരാണ് പ്രാണശക്തി. 5 വായുക്കള്, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 5 10, ബാക്കി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മനോമയ കോശ കഹ. അപ്പൊ പ്രാണമയ കോശം മനസ്സിലായല്ലോ. 5 കർമ്മേന്ദ്രിയങ്ങള്, 5 വായുക്കള്, പ്രാണ അപാന വ്യാന ഉദാന സമാന വായുക്കൾ. ഇനി മനോമയ കോശ കഹ. അപ്പൊ എന്ത് പറഞ്ഞു? മനശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ. മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൂടിയതാണ് എന്ന് പറഞ്ഞു. മനോമയ കോശം, മനസ്സും 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി. അപ്പൊ 6. അപ്പൊ നേരത്തെ 10, ഇപ്പൊ 6. ഇനി മനസ്സ്, പിന്നെന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കേൾവി, സ്പർശം, കാഴ്ച, സ്വാദ്, ഗന്ധം. അതായത് ശ്രോത്രം, ത്വക്ക്, ചക്ഷു, ജിഹ്വ, നാസിക. ഇതിന്റെയൊക്കെ സൂക്ഷ്മം. ഇവിടെ നിന്ന് സ്ഥൂലമല്ല. സ്ഥൂലത്തിന്റെ പേരെന്താണ്? ഗോളകം എന്നാണ്. ഇവിടെ സൂക്ഷ്മമാണ് എടുക്കുന്നത്. ശ്രോത്രം, ത്വക്ക്, ചക്ഷു, ജിഹ്വ, നാസിക. എന്താണ് അവരുടെയൊക്കെ ഫങ്ഷൻസ്? കേൾവി, സ്പർശം, കാഴ്ച, സ്വാദ്, ഗന്ധം. അപ്പോ മനസ്സ് എന്നാലോ സങ്കല്പ വികല്പാത്മകം. എല്ലാ ഇമോഷൻസും ഉണ്ടാകുന്ന സ്ഥലം മനസ്സ്. സങ്കല്പ വികല്പാത്മകം ആണ് മനസ്സ്. ഓൾ ഇമോഷൻസ് എവിടെയാ ഉണ്ടാകുന്ന? എല്ലാ ഇമോഷൻസും ഉണ്ടാകുന്നത്, എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നത് മനസ്സില്. അപ്പൊ അതാണ് മനോമയ കോശം. പിന്നെയോ വിജ്ഞാനമയ കഹ. ബുദ്ധി ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ. അപ്പൊ ഇവിടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഇവിടെയും കൂടെ എടുക്കുന്നുണ്ട്. 2 സ്ഥലത്തും വരുന്നുണ്ട് ജ്ഞാനേന്ദ്രിയം. മനോമയത്തിലും വരും, വിജ്ഞാനമയത്തിലും വരും. അവിടെ മനോമയത്തില് മനസ്സ് വരും, വിജ്ഞാനമയത്തില് ബുദ്ധി വരും. അങ്ങനെയാണ് 17 വരുന്നത്. ആദ്യം 10, പിന്നെ 6, പിന്നെ 1 7. 2 ജ്ഞാനേന്ദ്രിയ 2-ലുള്ളത് കൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അപ്പൊ വിജ്ഞാനമയ കഹ എന്ന് പറഞ്ഞാൽ ബുദ്ധി പ്ലസ് ജ്ഞാനേന്ദ്രിയാഹ. അപ്പൊ അതിൽ ബുദ്ധി മാത്രം എടുക്കുന്നുള്ളൂ, ജ്ഞാനേന്ദ്രിയം ഓൾറെഡി എടുക്കുന്നത് കൊണ്ട് രണ്ടാമതിനെ കൗണ്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം. അപ്പൊ മനോമയവും വിജ്ഞാനമയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ 2-ലും ഉണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ എന്താണ് വ്യത്യാസം? ഒന്നില് മനോമയത്തില് മനസ്സും വിജ്ഞാനമയത്തില് ബുദ്ധിയും. അതാണ് അവിടെ വ്യത്യാസം. ഒന്നില് മനസ്സ്, മറ്റേതില് ബുദ്ധി. 2-ലും ഉള്ളതോ ജ്ഞാനേന്ദ്രിയങ്ങള്. അപ്പൊ ബുദ്ധിയും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നത് വിജ്ഞാനമയ കോശം. 3 കോശങ്ങളും കൂടെ ചേർന്നാൽ സൂക്ഷ്മ ശരീരം. ഒന്നുകൂടെ ഉറക്കണം. പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. ഈ 3 കോശങ്ങളും കൂടെ ചേരുമ്പോൾ സൂക്ഷ്മ ശരീരം. അന്നമയ കോശം, സ്ഥൂല ശരീരം. ഇനി ആരാണ് ബാക്കിയുള്ളത്? ഒരു കാരണ ശരീരം ബാക്കിയുണ്ട്, അല്ലെ? അതെന്താണ് നമുക്ക് നോക്കാം. ആനന്ദമയ കോശം, അതാണ് കാരണ ശരീരം. ആനന്ദമയ കോശമാണ് കാരണ ശരീരം. അപ്പൊ 3 ശരീരങ്ങളെയും ഇവിടെ 5 കോശങ്ങളാക്കി തിരിച്ചു. അന്നമയ കോശം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം. പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ഇവ 3ഉം കൂടെ ചേർന്നാൽ സൂക്ഷ്മ ശരീരം. ആനന്ദമയ കോശം എന്നാൽ കാരണ ശരീരം. ഇങ്ങനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തേ? നേരത്തെ പറഞ്ഞ പോലെ മതിയല്ലോ. ഇപ്പൊ എന്തിനാ വേണ്ടി ഈ കോശമാക്കി തിരിച്ച് എന്തിനാണ് എന്നൊരു ചോദ്യം തോന്നാം. നേരത്തെ പറഞ്ഞല്ലോ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തൊക്കെ വിശദമാക്കി പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ തിരിക്കുന്നത്? അപ്പോ ഓരോ ശരീരത്തിലെയും ശരീരാഭിമാനത്തെ കണ്ടുപിടിച്ച് അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരാഭിമാനത്തെ ഉപേക്ഷിക്കണം. ഒറ്റടിക്ക് പറ്റില്ല. അത്. അപ്പോ ഓരോന്നായിട്ട് തിരിച്ച് 5ആയിട്ട് തിരിച്ചിട്ട് ഓരോ കാര്യമായിട്ട് മെല്ലെ മെല്ലെ മെല്ലെ
അതിനെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ മറയെ പതുക്കെ നീക്കി ആത്മാവിനെ കാണാനാണ് എന്ത് ചെയ്ത് ഇതിനെ, ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ കോശങ്ങളാക്കി തിരിച്ച് തത്വബോധത്തില് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അതിന്റെ ഉപയോഗം മനസ്സിലായല്ലോ. നമുക്ക് ശരീരാഭിമാനം പാടില്ല. ശരീരാഭിമാനത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ ആത്മജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെ മാറ്റും എന്ന് ചോദിച്ചാൽ അതിന്റെ എളുപ്പ വഴിക്കാണ് പഞ്ചകോശങ്ങളാക്കി തിരിച്ച് ഓരോ കോശങ്ങളിൽ നിന്നും പതുക്കെ രക്ഷപ്പെടണം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെ എന്ന് കണ്ടുപിടിക്കണ്ടേ, എന്നാലല്ലേ അതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എന്ത് അഭിമാനിയായിട്ടാണ് ഇരിക്കുന്നത് അത് ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോഴേ നമുക്ക് ആ അഭിമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ 5ആയിട്ട് തിരിച്ചാലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് ഇപ്പൊ പറയും. ഈ പഞ്ചകോശങ്ങളാക്കി തിരിച്ചിട്ട് ഇതിലെവിടെ നമ്മൾ നിൽക്കണു, ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്ന് പതുക്കെ രക്ഷപ്പെടണം. ആ അഭിമാനത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുക എന്നല്ല. ഞാൻ എന്ന ആ അഹങ്കാരത്തെ മാറ്റലാണ് അഭിമാനത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മാത്രം മുഴുകിയിരുന്നിട്ട് ഇതാണ് എന്റെ സർവസ്വം എന്ന് വിചാരിച്ചിരിക്കലാണ് അഭിമാനം. അപ്പോ എങ്ങനെ കടക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം, ഇപ്പോ നാം ഏത് കോശത്തിലാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാ പറയുന്നത്. എവിടെയാണെന്ന് അറിയാതെ പിന്നെ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഇപ്പോൾ എവിടെ എന്നറിഞ്ഞാൽ അടുത്ത ആക്ഷൻ എന്താണെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ 4 കോശങ്ങളെയാണ് നമ്മളിപ്പോ നോക്കിയത് അല്ലേ? എവിടെ എന്നറിഞ്ഞാൽ മാത്രമേ കടന്നു പോകാൻ പറ്റുകയുള്ളൂ. 4 കോശം നോക്കി, ആനന്ദമയ കോശം ഒഴികെ ബാക്കി 3+1 നോക്കി ഇപ്പൊ നമ്മള്. ഇനി ആനന്ദമയ കഹ, അത് നമ്മൾ അതിലേക്ക് വന്നില്ലല്ലോ. നമ്മൾ ആദ്യം അന്നമയ കോശ കഹ എന്ന് കണ്ടു, പ്രാണമയ കോശ കഹ എന്ന് കണ്ടു, മനോമയ കോശ കഹ എന്ന് കണ്ടു, വിജ്ഞാനമയ കോശ കഹ അതും കണ്ടു. ഇനി മെയിനായിട്ടുള്ള ആനന്ദമയ കഹ, ആനന്ദമയ കോശം എന്നാൽ എന്ത്? ആനന്ദമയം കേൾക്കുമ്പോ തോന്നും അത് ലാസ്റ്റാണെന്ന്. അപ്പൊ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അതിലെത്തിയാൽ മതി എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. ആനന്ദമയ കോശത്തിൽ എത്തിയാൽ മതിയല്ലോ എന്ന്. അത് സാധാരണ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഈ 5 കോശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാവരും ആദ്യം പെട്ടെന്ന് വിചാരിക്കും ഓരോ കോശം കടന്ന് ആനന്ദമയ കോശത്തിൽ വന്നാൽ ഒക്കെ തീർന്നു എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആനന്ദമയ കോശത്തെ കുറച്ചുകൂടെ വിശദമായിട്ട് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടെയും നിൽക്കാൻ പാടില്ല, അതൊരു കോശം മാത്രമാണ്, അതിനപ്പുറം കടക്കണം. ഏവമേവ കാരണശരീരഭൂത അവിദ്യാസ്ത മലിന സത്വം പ്രിയാദിവൃത്തി സഹിതം തത് സത് ആനന്ദമയ കോശ. എന്താ പറയണേ? ഏവമേവ കാരണശരീരഭൂത അവിദ്യാസ്ത മലിന സത്വം പ്രിയാദിവൃത്തി സഹിതം സത് ആനന്ദമയ കോശ. ആനന്ദമയ കഹ എന്ന് ചോദിച്ചതിന് ഏവമേവ കാരണശരീരഭൂത അവിദ്യാസ്ത മലിന സത്വം പ്രിയാദി വൃത്തി സഹിതം സത് ആനന്ദമയ കോശ. എന്നിട്ട് പറയണു ഏത് കോശപഞ്ചകം എന്ന്. ഈ അഞ്ചാമത്തെയും കൂടെ പറഞ്ഞിട്ട് പറയാണ് ഏത്, ഇതെല്ലാമാണ് 5 കോശങ്ങൾ എന്ന് പറയും. അപ്പൊ ആനന്ദമയ കോശം എന്നാൽ എന്ത്? ഒറ്റ വാക്കിൽ എന്താ പറയാൻ പറ്റുക? കാരണശരീരം. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ കാരണശരീരം. കാരണശരീരം എന്ന് പറഞ്ഞപ്പോ നമുക്ക് കാര്യമായിട്ട് മനസ്സിലായോ? നേരത്തെ കാരണശരീരം എന്ന് പറഞ്ഞപ്പോ ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കാരണശരീരം. അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും മനസ്സിലായിട്ടില്ല, നമ്മളതിലെ കടന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് കാരണശരീരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. കാരണം കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു രൂപമാണ്, കാരണരൂപമായിരിക്കുന്നതും ആണ്.
അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ കാരണ ശരീരം എന്നുള്ളത്. കണ്ണിന് കാണാനും കഴിയില്ല, സ്വപ്നം കാണുന്ന പോലെ. അപ്പൊ സ്വപ്നം കാണുമ്പോൾ നമുക്ക് എളുപ്പം പറയാം, നിങ്ങളിപ്പോ സൂക്ഷ്മ ശരീരത്തിലൂടെയാണ് കണ്ടതെന്ന് പറയാം, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ കാരണ ശരീരത്തിലാണ് നിങ്ങൾ സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവം നിങ്ങൾ മനസ്സിലാക്കിയത്. കാരണ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ്, എല്ലാ വൃത്തികളും അടങ്ങി അവിടെ ഇരിക്കുമ്പോഴാണ്. അതാണ് ഒരു കാരണ ശരീരം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് ഇപ്പൊ നമുക്ക് ഈ കാരണ ശരീരത്തെ ആനന്ദമയ കോശം എന്ന് വേറൊരു ആംഗിളിലാണ് വിശദീകരിച്ചു തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണ ശരീരത്തെ ആനന്ദമയ കോശം എന്ന ഒരു ആംഗിളിൽ കൂടി പറഞ്ഞു തരികയാണ് ഗുരുനാഥൻ. കാരണശരീരം പഠിച്ചപ്പോ അവിദ്യാരൂപമാണ് എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? അവിദ്യാരൂപവും ആനന്ദരൂപവും സുഖരൂപവും എന്ന് പഠിച്ചു. അപ്പൊ ഇത് അവിദ്യാരൂപം എന്ന് പറഞ്ഞ ഭാഗത്തെ പ്രത്യേകം ഓർക്കുക. കാരണശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ സുഷുപ്തി ഉണ്ടാകും എന്ന് പറയും. കാരണശരീരത്തിൽ അഭിമാനം വരുമ്പോഴാണ് സുഷുപ്തി ഉണ്ടാകുന്നത്. കാരണശരീരത്തിനകത്ത് എന്ത്? അത് നമ്മളവിടെ നോക്കി. കാരണശരീരത്തിനകത്ത് എന്താണ്? അവിദ്യ, അറിവില്ലായ്മയും ആനന്ദവും. കാരണശരീരത്തില് നേരത്തെ ക്ലാസ് കേൾക്കണം. കാരണശരീരത്തില് അവിദ്യയും ആനന്ദവും രണ്ടും ഉണ്ട്. അതായത് അജ്ഞാനവും ആനന്ദവും ആണ് അവിടെ ഉള്ളതെന്ന് പറയും. അജ്ഞാനം എന്ന് പറയാൻ ഒന്നും അറിയില്ല, ആ സമയത്ത് ഒന്നും അറിയില്ല, ഒരറിവുമില്ല. അപ്പൊ അജ്ഞാനമായി അവിടെ. പിന്നെയോ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു, അപ്പോൾ ആനന്ദവും അവിടെ ഉണ്ട്. ഇതെങ്ങനെ അറിയും എന്നാൽ പുറത്ത് ജാഗ്രത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ അറിവില്ലായ്മയും, അതായത് ഞാൻ ഒന്നും അറിയുന്നില്ല എന്നതും ആനന്ദവും ഉണ്ട്, അല്ലേ? ജാഗ്രതയിലേക്ക് വരുമ്പോ നമ്മൾ പറയുന്നല്ലോ, സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞാലോ ഉറക്കം ശരിയാവൂല. അപ്പോ ഈ ആനന്ദത്തെ എടുത്തുകൊണ്ടാണ്, സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോൾ ഉണ്ടായ ആനന്ദത്തെ എടുത്തുകൊണ്ടാണ് ആനന്ദമയ കോശം എന്ന് പറഞ്ഞു തന്നത്. അപ്പൊ നമുക്കിവിടെ അറിവില്ലായ്മയെയും ആനന്ദത്തെയും പഠിച്ചാലേ അത് മനസ്സിലാവുക. രണ്ടും പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോ കാരണശരീരം എന്താണ് എന്ന് മനസ്സിലാകും. ആദ്യമായി നമുക്ക് അജ്ഞാനത്തെ പറ്റിയുള്ള ഒരു വിചാരം നോക്കാം. അജ്ഞാനവും ആനന്ദവുമാണ് കാരണശരീരത്തിലുള്ള. സ്ഥൂല സൂക്ഷ്മ ശരീരമൊക്കെ നമുക്ക് മനസ്സിലായി, കാരണശരീരം ശരിക്കും മനസ്സിലായിട്ടില്ല. ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം, അത്ര എളുപ്പമല്ല. അജ്ഞാനത്തെ പറ്റിയുള്ള വിചാരത്തെയാണ് ആദ്യം എടുക്കുന്നത്. ശാസ്ത്രം മായയെ പറ്റി പറയുമ്പോൾ മായ 3 തത്വങ്ങളുടെ ചേർച്ചയാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ പഠിക്കും, കുറച്ചുകൂടെ വിശദമായിട്ട് മായയെക്കുറിച്ച് പഠിക്കും വരുന്ന ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകുമ്പോൾ. സാധാരണ നിലയ്ക്ക് നമ്മൾ മായ എന്ന് പറയുമ്പോൾ മായയിൽ 3 തത്വങ്ങളുണ്ട് എന്ന് പറയും. എന്താണത്? സത്വ, രജ, തമോ ഗുണങ്ങൾ ആണ് മായയിൽ ഉള്ളത്. സത്വരജ തമോ ഗുണങ്ങളാണ് മായയിൽ ഉള്ളത്. ഇത് 3ഉം കൂടെ ചേർന്നതിനെയാണ് മായ എന്ന് പറയുന്നത്. മായയിൽ നിന്ന് എന്തുണ്ടായി? ലോകം ഉണ്ടായി. ഭഗവാൻ മായാശക്തിയെ ഉപയോഗിച്ചാണ് ലോക സൃഷ്ടി നടത്തുന്നത്. ബ്രഹ്മം തന്നിലുള്ള, അവനവനിൽ തന്നെയുള്ള ബ്രഹ്മത്തിൽ തന്നെയുള്ള മായയെ ഉപയോഗിച്ചാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പൊ സൃഷ്ടി നടത്തുമ്പോൾ സൃഷ്ടിയിൽ എന്തൊക്കെ വരും? മായയിൽ എന്തുണ്ടോ അത് വരും. മായയിൽ എന്താണുള്ളത്? 3 ഗുണങ്ങൾ മായയിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സത്വ, രജ, തമോ ഗുണങ്ങൾ മായയിൽ ഉണ്ട്. ഈ സത്വ, രജ, തമോ ഗുണങ്ങള് മായയിൽ ഉള്ളത് പുറത്ത് വെളിപ്പെടുമ്പോൾ അത് ആണ് പിന്നീട് സൃഷ്ടിയിലേക്ക് വരുന്നത്. ലോകത്തില് 3 ഗുണങ്ങളും ഉണ്ട്, ഇല്ലേ? നമ്മുടെ ഈ ലോകത്തില്, പ്രപഞ്ചത്തില് സത്വരജത്തമോ ഗുണങ്ങളുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു? ഇത് മായയിൽ നിന്ന് വന്നു. മായയാണ് സൃഷ്ടി നടത്തിയത്. മായയിൽ തന്നെയാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ മായയിലുള്ള സത്വരജത്തമോ ഗുണങ്ങള് മായയാൽ ഉണ്ടാകുന്ന സൃഷ്ടിക്കകത്തും വരും. അത് നിയമമാണ്. അപ്പോ
ഇവയുടെ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ നേച്ചർ എന്ത്, അതുകൊണ്ടല്ലോ അത് മനസ്സിലാക്കിയാലേ പ്രപഞ്ചത്തിന്റെ ആ കഴമ്പ് നമുക്ക് മനസ്സിലാവും. മായയിൽ നിന്നാണ് ഉണ്ടായത്, മായയിൽ 3 ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് മായ സൃഷ്ടി ചെയ്യുമ്പോൾ മായയിൽ നിന്ന് തന്നെ സൃഷ്ടി ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന സൃഷ്ടിയിലെല്ലാം ഈ 3 ഗുണങ്ങളും കാണും. അപ്പോ അവയുടെ നേച്ചർ എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് 3 ഗുണങ്ങള്? തമസ്, രജസ്, സത്വം, 3. അപ്പൊ തമസ് എന്നാൽ എന്താണ്? തമസ് എന്നാൽ ഇവിടെ പറഞ്ഞു തരുന്നു ജഡസ്വരൂപം, മായയിൽ നിന്നുണ്ടായ ജഡസ്വരൂപം. തമസ് ഉപയോഗിച്ചാണ് ജഡസ്വരൂപങ്ങളെ മായ ഉണ്ടാക്കുന്നത്. അതായത് കല്ല്, മണ്ണ്, പാറ മുതലായിട്ടുള്ളവ, ജഡമായിട്ടുള്ളവ, സ്വയം ചൈതന്യ രൂപത്തിലല്ലാത്തവ, സ്വയം ചലിക്കാത്തവ, അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ത്? തമസ് ഉപയോഗിച്ച് സൃഷ്ടി ചെയ്തിരിക്കുന്നത്. തമസ് എന്ന അംശത്തെ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നു ആര്? മായ. പിന്നെയോ രജസ്. രജസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസിനുള്ളൊരു പവർ, പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി ഉപയോഗിച്ചുണ്ടാക്കിയവയാണ് രജോ ഗുണം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അവയ്ക്ക് പവർ ടു ആക്ട്, എല്ലാത്തിലും ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു ശക്തിയെ നിറച്ചിരിക്കുന്നു. അതാണ് രജസ് ഉപയോഗിച്ചിരിക്കുന്നത്. സൃഷ്ടിയില് പ്രവൃത്തി ചെയ്യുവാനും അനങ്ങുവാനും ചലിക്കുവാനും ഒക്കെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് രജസ് ഉപയോഗിച്ചാണ് മായ കൊടുത്തത്. സത്വഗുണത്തെ എങ്ങനെയാണ് കൊടുത്തത് മായ? പവർ ടു നോ, നോളജായിട്ട്, അറിവായിട്ട്, ഒരു കാര്യത്തെ അറിയാനുള്ള ശക്തി. ആ കഴിവ് സത്വഗുണത്തിൽ കൂടിയാണ് കൊടുത്തത്. കാര്യങ്ങളെ അറിയാനുള്ള കഴിവ്. അപ്പൊ 3 പറഞ്ഞത്. ഒന്നിനും പറ്റാതെ കൊണ്ട് ജഡമായിരിക്കുന്ന അവസ്ഥ, അത് തമസ് കൊണ്ട്. പിന്നെ പ്രവർത്തിക്കാനുള്ള കഴിവ്, അത് രജോ ഗുണം കൊണ്ട്. അറിയുവാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, അത് സത്വഗുണം കൊണ്ട്. അപ്പോ നമ്മുടെ ശരീരവുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ? ഉറക്കം, ആ സമയത്ത് ആക്ടിവിറ്റി ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടാണോ ഉറങ്ങുന്നത്? അല്ല. നമ്മൾ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തിയും ഇല്ലാതെ ഉറങ്ങും. മനസ്സിന് പോലും ഒരു പ്രവൃത്തിയും കൊടുക്കാതിരിക്കുമ്പോൾ നന്നായിട്ട്. അപ്പൊ എന്തായി അവിടെ? തമസ്സാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ജഡമായ വസ്തുവിനെ പോലെ ആ ചൈതന്യം മാത്രം അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉറക്കത്തിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോ അത് ജഡാവസ്ഥയെ പോലെ തോന്നിക്കും കാണുമ്പോൾ. കാരണം തമസ്സാണ് അവിടെ. ഒരു പ്രവർത്തനങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. നടക്കുന്നതെല്ലാം ആ ബ്രഹ്മത്തിന്റെ ശക്തി കൊണ്ട് നടക്കുന്നതാണ്. ശ്വാസോച്ഛ്വാസം തനിയെ നടക്കുന്നതാണ്. ബ്ലഡിലെ, ശരീരത്തിലെ രക്തത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും കാര്യങ്ങളും എല്ലാം. ഇതൊക്കെ ഉറങ്ങുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടാണോ ഉറങ്ങുന്നത്? ഇതിനൊക്കെ നേരത്തെ കൂട്ടി പല കാര്യങ്ങളും ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടാണോ ഉറങ്ങുന്നത്? ഒന്നുമല്ലല്ലോ. ശ്വാസോച്ഛ്വാസം നമ്മൾ അറിയുന്ന പോലും ഇല്ല, രക്തചംക്രമണവും അറിയുന്നില്ല. ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് കിടന്നെങ്കിൽ അകത്ത് ദഹിക്കുന്നതും നമ്മൾ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അപ്പൊ അവിടെ തമസ്സാണ് അവിടെ നമ്മളെ ആ ഉറക്കത്തിലേക്ക് നയിച്ച് അവിടെ കിടത്തിയത്. പിന്നെയോ അടുത്തത്, അപ്പോ ഓരോ ഗുണവും മറ്റു ഗുണങ്ങളെ താഴെയാക്കിയിട്ടാണ് മേലെ വരിക. മറ്റു ഗുണങ്ങളെ താഴെയാക്കണം അല്ലെ? രജസ്സിനെ താഴെയാക്കിയാലല്ലേ തമസ്സിന് ആ ഉറക്കം തരാൻ പറ്റുള്ളൂ. അതേപോലെ സത്വത്തിനെ കീഴടക്കിയാലേ രജസ് പറ്റുള്ളൂ, രജസ്സിനെ കീഴടക്കിയാലേ തമം പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരും മറ്റുള്ളവരെ താഴെ അടക്കി വെച്ചിട്ടാണ് അവനവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഉറക്കം വേണ്ടേ? ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ്. ശരീരത്തിന് റെസ്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ ജീവികളും എല്ലാവരും ഉറങ്ങും. അങ്ങനെ തമസ് ആ സമയത്ത്, ഉറക്കുന്ന സമയത്ത് സത്വത്തെയും താഴ്ത്തുന്നതിനാൽ അവിടെ അറിവ് ഉണ്ടാകുന്നില്ല. ഇത് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞത്. തമസ്
രജത്തിനെ ആദ്യം മാറ്റിയിട്ടു. കാരണം എന്താ? ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ്. ശരീരത്തെ മനസ്സിനെ ഒക്കെ റെസ്റ്റ് എടുപ്പിച്ചു. അപ്പോ ആരെ താത്തി? തമോ ഗുണം രജോ ഗുണത്തെ താത്തി. പിന്നെയോ ഒന്നും അറിയുന്നില്ല. അറിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു അറിവുമില്ലാതെ ഞാൻ ഒന്നും അറിഞ്ഞില്ല കേട്ടോ, സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല കേട്ടോ, 10 പ്രാവശ്യം പറയും, ഒന്നും അറിഞ്ഞില്ല, യാതൊന്നും അറിഞ്ഞില്ല. അപ്പൊ അവിടെ ആരാ വന്നത്? സത്വഗുണത്തെയും കൂടെ ആര് മൂടി? തമോ ഗുണം സത്വഗുണത്തെയും കൂടെ താത്തി. അപ്പൊ സത്വഗുണത്തെയും രജോ ഗുണത്തെയും താത്തി ആര്? തമോ ഗുണം. അപ്പോ നമ്മൾ നന്നായിട്ട് ഉറങ്ങി. അപ്പോ അറിവുണ്ടായില്ല എന്ന് ഉറപ്പായല്ലോ. അവിദ്യാസ്വരൂപമാണ് കാരണ ശരീരത്തിൽ എന്നുള്ളത് മനസ്സിലായില്ലേ? ഇപ്പോ അവിദ്യാസ്വരൂപമാണ് കാരണ ശരീരത്തിൽ എന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അപ്പോ അജ്ഞാനത്തിൽ ഇരിക്കുന്നു. അറിവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ അതിന്റെ അർത്ഥം? അറിവില്ലെങ്കിൽ പിന്നെ എന്താണ്? അജ്ഞാനം. ജ്ഞാനമില്ല, അറിവില്ല, അതാണ് അജ്ഞാന അവസ്ഥ, ഒന്നും അറിയാത്ത അവസ്ഥ. ഈ തമസ് രജോ ഗുണത്തെയും അടക്കി. രജോ ഗുണത്തെയും അടക്കിയത് കൊണ്ടാണ് ആനന്ദം ഉണ്ടായത്. അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാവത്തില്ല. ഒരു പ്രവൃത്തിയിലെ ഒന്നുമില്ല, റെസ്റ്റ്, പൂർണ്ണ റെസ്റ്റ്. ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന എപ്പോഴും രജസ്സാണ്. എപ്പോഴും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും. മനസ്സിന് ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നത് രജോ ഗുണം വരുമ്പോഴാണ്. അതുപോരാ, ഇതുപോരാ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നടക്കണം, ഇരിക്കണം, കിടക്കണം, വർക്ക് ചെയ്യണം. അവനെ അങ്ങനെ മനസ്സിന് ഡിസ്ട്രാക്ഷൻ, ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ആരെ? രജോ ഗുണം. അവൻ എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടും. ഇതൊന്നുമില്ലെങ്കിൽ ചിലരൊക്കെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലരൊക്കെ എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കണം. ഇന്ദ്രിയങ്ങളെ ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ആര്? രജസ്. എന്തെങ്കിലും പ്രവൃത്തി ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒന്നുമില്ലെങ്കിൽ ചുമ്മാ ചൊറിഞ്ഞോണ്ടെങ്കിലും ഇരിക്കും. അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട്, വെറുതെ ഇരിക്കും ചൊറിഞ്ഞു. അങ്ങനെ പറയാറുണ്ടല്ലോ, കളിയാക്കാറുണ്ടല്ലോ. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചൊറിഞ്ഞോണ്ടിരിക്കാൻ പറയും, അല്ലേ? അത് നമ്മൾ കാണാം, നമ്മൾ ശ്രദ്ധിച്ചാൽ. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തന്നെ ഇപ്പൊ ചുമ്മാ വെറുതെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ചെയറിട്ട് ചുമ്മാ ഇരിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക്. അതിനാണ് ബലമായിട്ട് ധ്യാനത്തിലൊക്കെ പോയി ഇരിക്കാൻ പറയുന്നത്. അപ്പോഴെന്ത് ചെയ്യും? അപ്പൊ ഇവൻ ശരീരത്തെ വിടും. ചിലര് ശരീരവും അനക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കാലാട്ടുന്ന പോലെ ചിലർ അങ്ങനെ ചെയ്യും. ചിലര് ശരീരത്തൊക്കെ ഒരുവിധം പിടിച്ചു നിർത്തി മനസ്സ് അവൻ ഇഷ്ടം പോലെ കളിക്കും. സകല കാര്യങ്ങളും ഓർക്കും. ജനിച്ച മുതൽ ഇന്ന് വരെയുള്ള സകല കാര്യവും ഈ ധ്യാനത്തിൽ അങ്ങോട്ട് ഓർക്കും സുഖമായിട്ട്. ആരും ബുദ്ധിമുട്ടിക്കാനില്ലല്ലോ. തന്നെത്താൻ ധ്യാനത്തിലാണ് കയറിയിരിക്കുന്നത്. അച്ഛനെ വിളിക്കണ്ട, അല്ലെങ്കിൽ അമ്മയെ വിളിക്കണ്ട, അമ്മ ധ്യാനത്തിൽ ഇരിക്കുക. സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിക്കാം, സകല കാര്യങ്ങളും ആലോചിക്കാം. ഇതൊക്കെയാണ് നടക്കുന്നത്. സാധാരണ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഓരോ പേര് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളും ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ആരും കുറ്റം പറയല്ല. നമുക്കൊക്കെ ഞാനൊക്കെ സംഭവിക്കാറുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ വേറെ പലതും ആലോചിക്കാറുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കും ധ്യാനത്തിൽ ഇരുന്നിട്ട്. ഇന്നത്തെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്ന് വളരെ ഭംഗിയായിട്ട്, എന്താ ശാന്തമായിട്ട് ആലോചിക്കുന്നത്. ആരുടെയിലും ഡിസ്ട്രാക്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ ഈ മനസ്സിനെയും ഡിസ്ട്രാക്ട് ചെയ്യും ആര്? രജോ ഗുണം. ആരുടെ കുഴപ്പമില്ല. അതിനാണ് നാമജപം പറയുന്നത്. നാമം കൊണ്ട്, ഈശ്വര രൂപം കൊണ്ടും ഈശ്വര നാമം കൊണ്ടും ഇതിനെ അടക്കാൻ പറ്റും. അങ്ങനെ പറ്റും. അതിനാണ് ഓം ജപിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ദീപം, ജ്യോതിർധ്യാനം പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഈശ്വര ഗുരുവായൂരപ്പന്റെ പാദം മുതല് എല്ലാ അംഗങ്ങളെയും ഓർത്തോർത്തിരിക്കാൻ പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. വെറുതെ ഇരുന്ന് ധ്യാനിച്ച് ഒന്നും സംഭവിക്കില്ല. അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ആയിട്ടില്ല. അതൊക്കെ ശങ്കരാചാര്യരെ പോലെയുള്ള അതുമാതിരി വലിയ വലിയ മഹാഗുരുക്കന്മാര്, അവർക്കൊക്കെ പറ്റും. അവര് ടക്ക് എന്ന് പറഞ്ഞ് ആ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ അവര് ആ ധ്യാനാവസ്ഥയിലേക്ക് പോകും. അതൊരു സ്റ്റേജ്. അപ്പൊ നമ്മളൊക്കെ ഏറ്റവും താഴത്തെ പടി നിൽക്കുന്നവരാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ഉയരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തരണം ആദ്യം. അതുകൊണ്ടാണ് സകളം നിഷ്കളം രണ്ടും പറയുന്നത്. സകളത്തിൽ കൂടി പോയാലേ നിഷ്കള രൂപത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആദ്യം എല്ലാവരും പറയുമ്പോൾ ഈശ്വരന് രൂപമില്ല, ഇങ്ങനെ ഹിന്ദു മതത്തിൽ മാത്രമേ ഇതിന് 10,000 രൂപങ്ങളുള്ളൂ. ഒരു കുഴപ്പമില്ല. ഒരു രൂപം വേണം. ഒരു രൂപത്തിൽ പിടിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
അത് മനസ്സിലാക്കി, ഒരു രൂപത്തെ മനസ്സിലാക്കി, അതിന്റെ ശക്തി മനസ്സിലാക്കി, ഈ രൂപം തന്നെയാണ് എല്ലാ സ്ഥലത്തും എന്നുള്ള ആ വലിയ അറിവിലേക്ക് വരണമെങ്കിൽ എളുപ്പമല്ല. ഇപ്പൊ പറ്റുമോ? ഇപ്പോഴും നമുക്കുണ്ടല്ലോ സംശയം. ലളിതാ സഹസ്രനാമം ജപിച്ചു, വിഷ്ണു സഹസ്രനാമം ജപിച്ചില്ല, മനസ്സിന് വിഷമായി. അയ്യപ്പനെ പ്രാർത്ഥിച്ചില്ല രാവിലെ, വലിയ പ്രയാസമായി. അയ്യോ, ഒന്ന് ശനിയാഴ്ചയാണ്, അയ്യപ്പനെ വിളിച്ചില്ലല്ലോ. ഒന്നും സംഭവിക്കില്ല. പക്ഷെ ധൈര്യമില്ല ഇപ്പോഴും മനസ്സിന്. കാരണം വിശ്വാസം ആയിട്ടില്ല. എത്ര കേട്ടാലും ആവില്ല, വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് കാലമെടുക്കും. ഭേദബുദ്ധി പോകാൻ എളുപ്പമേ അല്ല. നാരായണീയം വായിച്ചു, ഒരു 3 ദശകം രാവിലെ വായിച്ചു, സൂപ്പറായിട്ട് വായിച്ചു. അത് പെട്ടെന്ന് ആരോ വന്ന് എന്തോ വന്ന് വർത്താനം പറഞ്ഞു പോയി. ലളിതാ സഹസ്രനാമം വിട്ടുപോയി. ദിവസം ജപിക്കാറുള്ളൂ. അയ്യോ, ദേവി ഗോപിക്കും ആകപ്പാടെ പ്രശ്നമായി. രാത്രി ചിലപ്പോൾ ഉറക്കത്തിൽ വാളും കൊണ്ടുവരെ വരും ഭഗവതി. ഇതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അടുത്തുള്ള അമ്പലങ്ങളിൽ പോകും. 2 അമ്പലമുണ്ട് അപ്പുറം. ഒരെണ്ണത്തിൽ കയറി പിന്നെന്തോ വർത്താനം പറഞ്ഞു പോകുന്നു. വീട്ടിൽ വന്നപ്പോഴും അയ്യോ, അവിടെ പോയില്ലല്ലോ, അന്നത്തെ ദിവസം മുഴുവൻ കുഴപ്പം. ഇതിൽ നിന്നൊക്കെ ഉയരണം. ഇതിനൊക്കെയാണ് ഇത് പഠിക്കുന്നത്. പഠിച്ച് ഇതിൽ നിന്ന് ഉയർന്നു വരണം, താഴോട്ട് പോകരുത് ഒരിക്കലും. അപ്പോ മനസ്സാണ് ഇതിന്റെ ഒക്കെ കളി നടത്തുന്ന ആള്. രജോ ഗുണമാണ് നമ്മളെ ഈ പണിയൊക്കെ പറ്റിക്കുന്നത്. അവനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോ എന്തായി? ആനന്ദം. രജസ്സാണ് എപ്പോഴും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കും. ദുഃഖം, വിഷമം, ക്രോധം, ഇതൊക്കെ രജസ്സിന്റെ പ്രവൃത്തികളാണ്. ദുഃഖമുണ്ടാവുക, ക്രോധമുണ്ടാവുക, വലിയ വിഷമം തോന്നുക, ഇതൊക്കെ രജസ് ചെയ്യുന്ന പണിയാണ്. ഇവിടെ സത്വഗുണവും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണേ. കാരണം ശരീരത്തില് സത്വഗുണവും പ്രവർത്തിക്കാത്തതിനാൽ അതിനെ മലിനസത്വം എന്ന് പറയും. സത്വഗുണം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അതിനെ മലിനസത്വം എന്ന് പറഞ്ഞു. ഏതാണ്, എങ്ങനെയാണത് പറഞ്ഞേ? ഏവമേവ കാരണശരീരഭൂത അവിധ്യാസ്ത മലിനസത്വം എന്ന് പറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞു, മലിനസത്വം. ആ മലിനസത്വം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇത്രയും പറഞ്ഞത്. ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സത്വം, ആ സത്വഗുണത്തിനെയാണ് മലിനസത്വം എന്ന് പറയുന്നു. അപ്പോ തമോ ഗുണത്താൽ അടക്കപ്പെട്ട സത്വഗുണം, തമോ ഗുണത്താൽ അടക്കപ്പെട്ട സത്വഗുണത്തിനെ മലിനസത്വം എന്ന് പറയുന്നു. പിന്നെ ആ വാക്കുകൾ എന്താണ്? ഏവമേവ കാരണശരീരഭൂത അവിധ്യാസ്ത മലിനസത്വം പ്രിയാദി വൃത്തിസഹിതം സത് ആനന്ദമയ കോശ ഏതത് കോശപഞ്ചകം എന്ന് പറഞ്ഞു. അപ്പൊ ഏവമേവ, ഈ വിധം, കാരണശരീരഭൂത, കാരണശരീരമായിരിക്കുന്ന അവിധ്യാസ്ത, അവിദ്യയിൽ ഉള്ള മലിനസത്വം, തമോ ഗുണത്താൽ അടക്കപ്പെട്ട സത്വം, അതാണ് നമ്മൾ ഈ പറയുന്ന അറിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞല്ലോ. ഒന്നും അറിയാത്ത അവസ്ഥ, അതാണ് മലിനസത്വം. അപ്പോ ഏവമേവ, ഈ വിധത്തില്, നേരത്തെ പറഞ്ഞ വിധത്തില്, കാരണശരീരഭൂത, കാരണശരീരമായിരിക്കുന്ന അവിദ്യാസ്ത, അവിദ്യയിൽ ഉള്ള മലിനസത്വം, തമോ ഗുണത്താൽ അടക്കപ്പെട്ട സത്വം, ഇതാണ് അവസ്ഥ. സത് ആനന്ദമയ കോശ, ഇതാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നു. അതായത് ആ സത്വത്തെ തമസ് അടക്കി വെച്ചിരിക്കുന്നു. അപ്പോ അജ്ഞാനമായിട്ട് ഇരിക്കുന്നു. ഇത്രയാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇനി ആനന്ദത്തെ പറ്റിയുള്ള വിചാരമാണ്. 2 ഭാഗമാണുള്ളത് അതിനകത്ത്. ഒന്ന് അജ്ഞാനം, ഒന്ന് ആനന്ദം. കാരണശരീരത്തിലുള്ളത് 2 അംശം, അജ്ഞാനം, ആനന്ദം. അജ്ഞാനത്തെ കുറിച്ചാണ് ഇപ്പൊ വിശദമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്. ഇനി ആനന്ദത്തെ കുറിച്ചുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. വളരെ 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 ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ തത്വബോധം പഠിച്ചാലേ, ഇപ്പോ നമ്മൾ നേരത്തെ തൈത്തിരീയോപനിഷത്ത് പഠിച്ചെങ്കിലും ആ കോശം ഇത്രയും നല്ല രീതിയിലൊന്നും മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഇത്രയും വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ അന്നമയ കോശമല്ല, പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, വിജ്ഞാനമയ കോശമല്ല, ആനന്ദമയ കോശമല്ല എന്ന് മാത്രമേ പറഞ്ഞു. ഉപസംക്രാമതി എന്ന് പറഞ്ഞു.
ഉപസംക്രമ്യ എന്നും പറഞ്ഞു. പിന്നെ ഉപസംക്രാമതി എന്നും പറഞ്ഞിട്ടുണ്ട്. അന്നമയ കോശ ഉപസംക്രമ്യ, പ്രാണമയ കോശ ഉപസംക്രമ്യ. അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ട് എന്ന് മാത്രമേ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ശരീരമാണെന്ന്. ഇപ്പോഴാണ് നമുക്ക് ഈ തത്വബോധത്തിലാണ് വളരെ വ്യക്തമായിട്ട് എന്താണ് കോശം എന്നിപ്പോ മനസ്സിലായത്. ശരിക്കും സ്ഥൂല ശരീരം മനസ്സിലായല്ലോ. അന്നമയ കോശം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ്. പിന്നെയോ പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരമാണ്. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ കാരണ ശരീരമാണ്. കാരണ ശരീരത്തിൽ 2 അംശമുണ്ട്. ഒന്ന് അജ്ഞാനവും ഒന്ന് ആനന്ദവും. അതില് അജ്ഞാനത്തില് മായയാൽ ഉണ്ടാക്കപ്പെട്ട ഈ കാരണ ശരീരത്തില് മായയുടെ സത്വരജതമോ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതില് രജസ് എന്ന് പറഞ്ഞാൽ ജഡാവസ്ഥയും, തമസ് എന്ന് പറഞ്ഞാൽ ജഡ അവസ്ഥയും, രജസ് എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ ഭാഗവും, സത്വം എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഭാഗവുമാണെന്ന് പറഞ്ഞു. ഇതിലെ തമസ് എന്ന ഭാഗം മുന്നോട്ട് കൂടുതലായിട്ട് രജസത്വ ഗുണങ്ങളെ അടക്കി ഇരിക്കുമ്പോൾ നമ്മള് കാരണശരീരത്തിൽ സുഷുപ്തി അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പൊ 2 അംശമുണ്ട് അവിടെ, അറിവില്ലായ്മയും ആനന്ദവും. അതിലെ അറിവില്ലായ്മയാണ് ഇപ്പൊ നമ്മൾ ഭംഗിയായിട്ട് ഇപ്പൊ പഠിച്ചത്. അടുത്ത ദിവസം നമുക്ക് ആനന്ദത്തെ കുറിച്ച് പഠിക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. നന്നായിട്ട് മനസ്സിലാകാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം.